നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷിക്കാൻ പ്രത്യേക 8-അംഗ സംഘം. കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷിക്കാൻ പുതിയ സംഘം. കൊച്ചി DCP കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. പഴയ അന്വേഷണ സംഘത്തിലെ VK രാജു മാത്രമാണ് പുതിയ സംഘത്തിലുള്ളത്. തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസിനാണ് കേസിന്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ഇത് സംബന്ധിച്ച് DGP ഉത്തരവിറക്കിയിട്ടുണ്ട്. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് സർക്കാർ വീണ്ടും തയ്യാറെടുക്കുന്നത്. നേരത്തെ പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിച്ച റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിരുന്നു. പുനരന്വേഷണത്തിന് കോടതിയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ കേസിൽ അന്വേഷണം ആരംഭിക്കും. ആത്മകഥാ വിവാദം. DGPക്ക് പരാതി നൽകി EP ജയരാജൻ. ആത്മകഥ വിവാദത്തിൽ DGPക്ക് പരാതി നൽകി EP ജയരാജൻ. തന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട പുറത്തുവന്ന വാർത്തകൾ വ്യാജമാണെന്ന് EP ജയരാജൻ പരാതിയിൽ ഉന്നയിച്ചു. ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വാർത്ത വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും തന്റെ ആത്മകഥയിലെ ഭാഗമെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ കാണിച്ചത് വ്യാജമാണെന്നും EP ജയരാജൻ വ്യക്തമാക്കി. വാർത്തയ്ക്ക് പിന്നിലെ വ്യാജരേഖ, ഗൂഢാലോചന എന്നിവ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് അദ്ദേഹം പരാതിയിൽ ആവശ്യപ്പെട്ടു. പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. എറണാകുളം ഏലൂരിൽ പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കളമശ്ശേരി സ്വദേശി നിതിനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. സഹോദരനും സുഹൃത്തുക്കൾക്കുമൊപ്പം മേത്താനം പാലത്തിന്റെ കൈവരിയിലിരിക്കവേ നിതിൻ അബദ്ധത്തിൽ പുഴയിലേക്ക് വീഴുകയായിരുന്നു. സ്കൂബ ടീമും നാട്ടുകാരും നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വയനാട്ടിൽ പോളിംഗ് മന്ദഗതിയിൽ. 50% കടന്ന് ചേലക്കര. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് മന്ദഗതിയിലെന്ന് റിപ്പോർട്ട്. ഉച്ചതിരിഞ്ഞ് 3 മണി കഴിയുമ്പോൾ പോളിംഗ് 50% പിന്നിട്ടുവെന്നാണ് കണക്ക്. തിരുവമ്പാടിയിലും ഏറനാട്ടുമാണ് പോളിംഗ് കൂടുതൽ രേഖപ്പെടുത്തിയത്. അതേസമയം ചേലക്കരയിൽ 50% മറികടന്നു. മഴയില്ലാത്ത തെളിഞ്ഞ കാലാവസ്ഥ പോളിംഗ് ഉയർത്തുമെന്ന വിശ്വാസത്തിലാണ് പാർട്ടികൾ. രാവിലെ തന്നെ ബൂത്തുകളിൽ നീണ്ട നിര രൂപപ്പെട്ടിരുന്നു. രാവിലെ 7 മണിക്ക് തുടങ്ങിയ പോളിംഗ് വൈകുന്നേരം 6 വരെയുണ്ട്. ഇവിടെ കാര്യമായ അനിഷ്ട സംഭവങ്ങളോ സംഘർഷമോ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. നാളെ KSU പഠിപ്പ് മുടക്ക്. 4 വർഷ ബിരുദ കോഴ്സുകൾ മറയാക്കി ഫീസ് നിരക്കുകൾ കുത്തനെ കൂട്ടിയ കേരള കാലിക്കറ്റ് സർവകലാശാലയുടെ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തമായി KSU. ഇതിന്റെ ഭാഗമായി നാളെ കേരള കാലിക്കറ്റ് സർവകലാശാലകളുടെ കീഴിലുള്ള കോളേജുകളിൽ KSU പഠിപ്പ് മുടക്ക് നടത്തും. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സർക്കാരിന്റെ ഇടപെടലിൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നും അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഈ മാസം 23-ന് നടക്കുന്ന കേരള യൂണിവേഴ്സിറ്റി പരീക്ഷകൾ തടയാനാണ് KSU തീരുമാനം. 4 വർഷ ബിരുദ കോഴ്സുകൾ നിലവിൽ വരുമ്പോൾ ഫീസ് വർധന ഉണ്ടാവില്ലെന്ന സർക്കാർ വാദം നിലനിൽക്കെയാണ് സർവകലാശാലകളുടെ ഇരുട്ടടി ഉണ്ടായിരിക്കുന്നത്. 3-4 ഇരട്ടിയാണ് ഫീസ് വർധന ഉണ്ടായിരിക്കുന്നതെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് കുറ്റപ്പെടുത്തി.